ഹലോ, ഗുഡ് മോർണിംഗ് മൈ ഡിയേഴ്സ്. എല്ലാവരും എന്ത് പറയുന്നു? സുഖമല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ. ഇവിടെ ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിയേക്കാണ് സഫാരി മോളിൽ. സഫാരി മോൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റാണ് ഷാർജയിൽ. ഇവിടെ ഇപ്പോൾ റമദാൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഹോം അപ്ലയൻസസ് ഒക്കെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല നല്ല ഡെക്കറേഷൻസ് ഒക്കെ ഇവിടെ കാണാം. ഇപ്പോൾ രാവിലത്തെ സമയമായതുകൊണ്ട് തന്നെ കൂടുതൽ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ സെയിൽസ്മാനൊക്കെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്കൊരു പാനസോണിക്കിൻ്റെ എയർ ഫ്രയർ വേണമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഇറങ്ങിയത്. ഇവിടെ വന്നപ്പം കുറേ വെറൈറ്റി ഓഫ് കമ്പനീസ് ഉണ്ട്. പക്ഷേ ഞാൻ പ്രൈസ് ചെക്ക് ചെയ്തപ്പോഴത്തേക്കിനും 409 കണ്ടപ്പോൾ തന്നെ എനിക്ക് ഷോക്ക് അടിച്ച്. അതുകൊണ്ട് തന്നെ ഞാൻ പാനസോണിക് നെഹി ചെയ്യുമെന്ന് ഞാൻ ഡിസൈഡ് ചെയ്ത്. പിന്നെ ഞാൻ വേറെ കുറേ കമ്പനീസൊക്കെ നോക്കി ഇങ്ങനെ നടക്കുകയാണ്. പക്ഷേ ഒന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ കൺഫ്യൂഷനും ഒരുപാട്. കാരണം നമ്മൾ ഒരുപാട് കമ്പനി ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷനും ഒരുപാടാണല്ലോ, ചോയ്സസ് കൂടുതൽ കിട്ടുമ്പോൾ. പിന്നെ ഞാൻ ഇങ്ങനെ വിചാരിച്ചു വന്നാൽ പിന്നെ എൻ്റെ അടുത്തൊരു ഓൾസൺ മാർക്കിൻ്റെ ഒരു റേഡിയോ ഉണ്ട്. അതൊരു 10 വർഷമായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഇതിന് ഒരു പ്രോബ്ലവും ഇല്ല. സോ ആയിക്കോട്ടെ, ഓൾസൺ മാർക്ക് ഒരു നല്ല കമ്പനിയാണ്. അപ്പോൾ ഞാൻ അത് തന്നെ ഒന്ന് ട്രൈ ചെയ്യാം. ഇവിടെ ജീപ്പാസും മിസ്റ്റർ ലൈറ്റും പ്രസ്റ്റീജ് അങ്ങനെയൊക്കെ കുറേ കമ്പനീസ് ഉണ്ട്. ഒരു നല്ല വാറൻറ്റിയൊക്കെ തരുന്നുണ്ട് 2 വർഷത്തെ. ബട്ട് സ്റ്റിൽ ഞാൻ ഓൾസൺ മാർക്ക് തന്നെയാണ് മേടിച്ചത് ആൻഡ് ഐ എം വെരി ഹാപ്പി വിത്ത് ഇറ്റ്. പിന്നെ ഇവിടുത്തെ മോളിൽ ഞാൻ ഇവിടെ എല്ലാം നോക്കി നടക്കുവാണ്. ഇന്ന് വൈകിട്ട് ഇവിടെ ഡ്രോയിങ് കോമ്പറ്റീഷനൊക്കെ ഉണ്ട്. കുട്ടികളുടെ സ്റ്റേജൊക്കെ ഒരുക്കിയിട്ടുണ്ട്, ബെഞ്ചും ഡെസ്കും ഒക്കെ. വൈകിട്ട് ഫാസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഫുഡ് കഴിക്കാൻ ഇവിടെ വൈകിട്ട് ഗസലും പാട്ടും ഒക്കെ അങ്ങനെ ഒരു ഓർക്കസ്ട്ര ടീമൊക്കെ വരുന്നുണ്ട്. നല്ല ഒരു ആംബിയൻസ് ആണ് ഈ ഈവനിങ്ങിൽ. സോ ഇപ്പോൾ ഇവിടെ കുട്ടികൾക്ക് 1 മാസത്തെ വെക്കേഷനാണ്. സോ കുട്ടികൾക്ക് വീട്ടിൽ ഇരുന്നാൽ ബോറടിക്കുമല്ലോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ ഇങ്ങനെ ഇറങ്ങും. അപ്പോൾ ഇവിടെ കുറേ ബാഗുകൾ കണ്ടില്ലേ, അതൊക്കെ ചീപ്പാണ്, അത്ര അങ്ങ് എക്സ്പെൻസീവ് അല്ല. അല്ലെങ്കിൽ നമ്മൾ ബാഗ്സൊന്നും അത്ര ബ്രാൻഡഡ് മേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഡ്രസ്സിൻ്റെ കളർ അനുസരിച്ച് നമുക്ക് ബാഗ് മാറി മാറി ഇടാമല്ലോ. അപ്പം ഞാനും ഒരു ബാഗൊക്കെ മേടിച്ചു. പിന്നെ ഇവിടെ നോക്കിയാൽ ഒരുപാട് റമദാനിന് വേണ്ടിയുള്ള കളക്ഷൻസാണ്. ഡ്രസ്സ് ഒരുപാടുണ്ട് കുട്ടികൾക്കും. പിന്നെ ലേഡീസ് കുർത്തീസൊക്കെ ഒരുപാടുണ്ട്. ഇതേ നല്ല 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 കുട്ടി മിനി ബാഗ്സ്. മോൾക്ക് ഞാനൊരു ബാഗൊക്കെ മേടിച്ചു. ഇവിടെ വേണ്ട ആൽവിൻ കുട്ടൻ സ്കേറ്റിംഗ് ഷൂ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹി വാണ്ടഡ് ദിസ് ടു ബൈ ബട്ട് വെൻ ഹി ഗോട്ട് ഹീസ് ലിറ്റിൽ ബിറ്റ് കൺഫ്യൂസ്ഡ്. ആക്ച്വലി അവൻ വീണു. ഇത് പ്രാക്ടീസ് ചെയ്യാൻ നേരത്തെ മോനൊന്ന് വീണപ്പോൾ പറയുക നോ ഐ ഡോണ്ട് വോണ്ട്. അങ്ങനെ അത് ഡ്രോപ്പ് ചെയ്ത് അവിടെ. പിന്നെ ഞങ്ങൾ താഴെ വന്ന് കുറേ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ മേടിച്ചു. നെല്ലിക്ക, അവക്കാഡോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവക്കാഡോ. പിന്നെ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, നമ്മൾ എവിടെയാണ് താമസിക്കുന്നത്, അവിടെ നമുക്ക് സീസണൽ ഏതൊക്കെ ഫ്രൂട്ട്സ് കിട്ടും അതൊക്കെ നമ്മൾ മേടിച്ച് കഴിക്കുക അല്ലേ. പിന്നെ ഇവിടുന്ന് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ വരുവാന്ന് പറയുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ്. ഇവിടെ മെജോറിറ്റി നമ്മുടെ കേരളത്തിലെ ആൾക്കാരും പിന്നെ കുറേ പെൺകുട്ടികളുണ്ട്, നേപ്പാളീസ്. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവർ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര വെൽക്കമിങ് നേച്ചറാണ് അവരുടെ. അപ്പോൾ നമ്മളോട് ചെല്ലുമ്പോൾ ചോദിക്കും ഹലോ മാഡം ജി കേസേ ഹേ എന്നൊക്കെ കേൾക്കുമ്പം എൻ്റെ ഫസ്റ്റ് ലാംഗ്വേജ് ഹിന്ദി ആയതുകൊണ്ട് തന്നെ ഐ ജസ്റ്റ് ലവ് ദാറ്റ്. അപ്പോൾ അവർ നല്ല രീതിയിലൊക്കെ സംസാരിക്കും. അപ്പോൾ നമ്മുടെ സ്വന്തം വീട്ടിലെത്തിയ ഒരു ഫീലിംഗ് ഒക്കെയാണ്. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഇവിടുന്ന് പോവുകയാണ്. ഇവിടെ കുറേ വൈൻ കുപ്പികൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. വൈനല്ല, ഇത് സ്പ്രേ ആണ്, സ്പ്രേ ബോട്ടിൽസാണ്. ഡിഫറെൻറ്റ് കളേഴ്സിലെ പർപ്പിൾ, പിങ്ക്, ഗ്രീൻ, അങ്ങനെ നല്ല രസമുണ്ട് കാണാനല്ലേ. അപ്പം ഞങ്ങളൊന്നും മേടിച്ചില്ല, വെറുതെ എല്ലാം ഒന്ന് കണ്ട്. നമുക്ക് കാണുന്ന എല്ലാം മേടിക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മളെല്ലാം കണ്ട് ആസ്വദിച്ചിന്ന് പോന്നു. പിന്നെ ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹോഴ്സ് റേസിംഗ് ക്ലബിലോട്ട്, നമ്മുടെ വീട്ടിലോട്ട്. അവിടെയാണല്ലോ നമ്മുടെ അക്കോമഡേഷൻ. അപ്പോൾ ഇത് ഓൺ ദ വേ ടു എയർപോർട്ടാണ്. അപ്പോൾ നമ്മുടെ എയർപോർട്ട് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ക്ലബിലോട്ട് പോകാൻ. അറൗണ്ട് 15 മിനിറ്റ്സ് മതി നമ്മുടെ ക്ലബിലോട്ട് എത്താൻ ഫ്രം ദ സൂപ്പർ മാർക്കറ്റ്. ഇവിടുത്തെ ഈ റോഡുകളൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഈ നീറ്റ്നെസ് അല്ലേ, എത്ര നീറ്റാണ്. ക്ലീൻലിനെസ് എന്ന് പറയുമ്പം ഇവിടെ ആണ് ആക്ച്വലി നമുക്ക് കാണാൻ പറ്റുന്ന UAE-യിൽ. ഇതൊക്കെ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഒരു അച്ചീവ്മെൻറ്റാണ്, ഇവിടുത്തെ സർക്കാരിൻ്റെ. UAE കാണുമ്പോൾ എപ്പോഴും എനിക്ക് തോന്നും നമ്മുടെ നാടും ഇങ്ങനെ നീറ്റായെങ്കിൽ എത്ര നല്ലതായിരുന്നു അല്ലേ. നോക്കിക്കേ, ഇവിടെ കുട്ടികൾ വരെ കാറിലിരിക്കുവാണെങ്കിൽ ചോക്ലേറ്റ്സൊക്കെ കഴിച്ചാൽ, ബിസ്ക്കറ്റ്സൊക്കെ കഴിക്കുവാണെങ്കിൽ അവർ അങ്ങനെ അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊന്നും വെളിയിൽ കളയില്ല. കാരണം അവർക്കറിയാം അത് ഒഫൻസാണെന്ന്. നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമല്ലോ. ഇവിടെ നോക്കിയാൽ ഓരോ വീടിൻ്റെ ഫ്രണ്ടിലും ബ്ലൂ ബോക്സും ഗ്രീൻ കളറിൻ്റെ ഒരു ഗാർബേജ് ബോക്സും വെച്ചിട്ടുണ്ട് അവർക്ക് കച്ചറ കളയാൻ.
ഇങ്ങനെയൊക്കെയാണ് ഇവിടെ വേസ്റ്റൊക്കെ മാനേജ് ചെയ്യുന്നത്. ഇവിടുത്തെ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം നൈറ്റിലാണ്, അല്ലെങ്കിൽ ഏർലി മോർണിംഗ്സിലായിരിക്കും, ആർക്കും ഡിസ്റ്റർബൻസ് ഇല്ലാതെ. എന്ത് നല്ലതാണല്ലേ. ഞാൻ ഈ റോഡുകളൊക്കെ കാണുമ്പോഴേ ഞാൻ ഓർക്കും, നമ്മുടെ കൊച്ചു കേരളത്തിൽ എന്താണ് ഇത്ര ബുദ്ധിമുട്ട് ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യാനും അല്ലെങ്കിൽ സിറ്റി ക്ലീൻ ചെയ്യാനും, എന്താ ഇത്ര ബുദ്ധിമുട്ടെന്ന്. ബിക്കോസ് ഇന്ത്യ ഈസ് വൺ ഓഫ് ദ സ്മോളസ്റ്റ് സ്റ്റേറ്റ് അല്ലേ. അത് അല്ലെങ്കിൽ UP, മഹാരാഷ്ട്ര പോലെ അത്ര വലിയ സ്റ്റേറ്റ് ഒന്നും അല്ലല്ലോ കേരളം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സർക്കാർ ഒന്ന് ഇനിഷ്യേറ്റീവ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ റോഡുകളും ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ കുറേ പേർക്ക് ജോലിയും കിട്ടുമല്ലോ. അൺഎംപ്ലോയ്മെൻ്റ് അല്ലേ ഏറ്റവും വലിയൊരു ടോപ്പിക് നമ്മുടെ നാട്ടിൽ. അപ്പം ആൾക്കാർക്ക് ജോലിയാവും, നമ്മുടെ സിറ്റി ക്ലീനിങ് ആവും അല്ലേ, വേസ്റ്റ് മാനേജ്മെൻറ്റും ചെയ്യാൻ പറ്റും. വേസ്റ്റ് മാനേജ്മെൻറ്റ് ഒരു വലിയ ഇഷ്യൂ ആണ് നമ്മുടെ നാട്ടിൽ. ആൾക്കാർക്ക് കച്ചറയൊക്കെ ഇടാൻ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെയല്ലേ ആൾക്കാർ കാണുന്നിടത്ത് കൊണ്ടുപോയി കച്ചറ ഡംപ് ചെയ്യും. ഇപ്പം നമ്മൾ വണ്ടിയിലൊക്കെ ഇരുന്ന് ഫുഡ് വല്ലതും കഴിക്കുകയാണെങ്കിൽ നേരെ റോഡിലോട്ട് വലിച്ചെറിയും. ഇവിടെയൊക്കെ കണ്ടില്ലേ, ആ ആൾക്കാർ തന്നെയാണ്, ആ മലയാളീസ് തന്നെയാണ് UAE വന്നാൽ എത്ര നല്ല രീതിയിലാണ് അവർ ഇവിടുത്തെ റൂൾസൊക്കെ ഫോളോ ചെയ്യുന്നത്. കാരണം ഇവിടുത്തെ സർക്കാർ അവർക്ക് അതുപോലത്തെ ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ നാട്ടിലും അറ്റ്ലീസ്റ്റ് സിറ്റി ക്ലീനിങ്ങും വേസ്റ്റ് മാനേജ്മെൻറ്റെങ്കിലും ഒന്ന് നോക്കിയായിരുന്നെങ്കിൽ നല്ല കാര്യമായിരുന്നു. ഇതൊക്കെ എനിക്കറിയാം, ഒരിക്കലും നടക്കാത്ത സ്വപ്നങ്ങളാണ്. എന്നാലും നമ്മുടെ നാടല്ലേ, അങ്ങനെയൊക്കെ അങ്ങ് ഓർത്തു പോവും. ഇവിടെ തന്നെ ഓരോ വീടുകളെന്ന് പറഞ്ഞാൽ മീൻസ് ഒരു ഏക്കറിനകത്താണ് ഓരോ വീടുകൾ. നല്ല രസമാണ് കാണുന്നത്. ഇപ്പം പൂക്കളുടെ ഒരു സീസണാണ്. മെയ് വരെ നമുക്ക് ഈ ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ കാണാം. മെയ് കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം ഡ്രൈ ആവും. അപ്പം നമുക്കൊരു വിഷമമൊക്കെ തോന്നും, കാരണം ചൂടായില്ലേ. അപ്പോൾ അതുവരെ നമുക്ക് ഈ ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്യാം. ഇതെന്ന് നോക്കിയേ, റോഡുകളൊക്കെ എത്ര വൃത്തിയായിട്ടാണ് കിടക്കുന്നത്. രാവിലെ ഏർലി മോർണിംഗിലൊക്കെ 3 മണിക്കൊക്കെ നമുക്ക് കാണാം ഇവിടെ ബിയ കമ്പനി വന്ന് ക്ലീനൊക്കെ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ എയർപോർട്ട് റോഡൊക്കെ കഴിഞ്ഞു നമ്മുടെ ക്ലബിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2 സൈഡും ഡേറ്റ്സ് മരങ്ങളാണ് ഇവിടെ മൊത്തം. അപ്പം നമ്മൾ നമ്മുടെ ക്ലബിനകത്തോട്ട് എൻട്രി ആവുകയാണ്. ഷാർജ ഇക്വസ്ട്രിയൻ റേസിംഗ് ക്ലബ് ഇതാണ്. ഇതിൻ്റെ 2 സൈഡും ദമാസ് എന്ന് പറഞ്ഞ ഒരു ചെടിയുണ്ട്. അതുകൊണ്ടാണ് ഈ വോൾസൊക്കെ പണിയുന്നത്. നല്ല സേഫ്റ്റിയാണ്. പിന്നെ ഇവിടെ ഇപ്പം എന്താ പറയുക, ബ്രിക്സും സാൻഡും ഒന്നും മിക്സ് ചെയ്തൊരു കമ്പൗണ്ട് വോളിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം ഈ രാജ്യത്ത് നല്ല സേഫ്റ്റിയും സെക്യൂരിറ്റിയും ഉള്ളത് കൊണ്ട് തന്നെ ആൾക്കാർക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പം ദമാസ് കൊണ്ടാണ് ഇവിടെ എല്ലാം കമ്പൗണ്ട് വോൾസ് റെഡിയാക്കുന്നത്. നല്ല രസമാണ്. 2 സൈഡിലും വില്ലാസാണ്. ഇവിടെ കുറേ യൂറോപ്യൻസൊക്കെ ഉണ്ട്. കാരണം നമ്മുടെ ഹോഴ്സ് റേസിംഗ് ക്ലബിൻ്റെ അടുത്ത് തന്നെയാണ് ഒരു ഹോസ്പിറ്റലും കൂടെ. അപ്പോൾ ആ ഹോസ്പിറ്റലും കുറേ ഡോക്ടേഴ്സൊക്കെ ഉണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഹോഴ്സ് റേസിംഗ് ക്ലബിൻ്റെ ബോർഡ്. അപ്പം നമ്മൾ എൻട്രി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ എൻട്രി ആകുമ്പോൾ തന്നെ ഇവിടെ ഒരു സെക്യൂരിറ്റി ഓഫീസുണ്ട്. അവിടെ 3 സെക്യൂരിറ്റീസ് ഉണ്ട്. അപ്പം നമ്മുടെ കാർ അങ്ങോട്ട് എൻറ്റർ ആകുമ്പോൾ തന്നെ നമ്മുടെ കാറിൻ്റെ നമ്പർ അവർക്ക് കാണാൻ പറ്റും. സോ അവർക്കറിയാം ഇത് ഇവിടുത്തെ സ്റ്റാഫാണ്. സോ അവർ നമ്മളെ പോകാൻ അലോ ചെയ്യും. വിസിറ്റേഴ്സ് വരാം, പക്ഷേ വിസിറ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് അവർ ID കാർഡും ബാക്കിയുള്ള ഡീറ്റെയിൽസും ടൈമിങ്ങും ഇൻ ആൻഡ് ഔട്ടൊക്കെ അവർ ചോദിക്കും. പിന്നെ ഇവിടെ ദേ നോക്കിക്കേ, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ അറൗണ്ട് 400 to 500 ഹോഴ്സസ് ഉണ്ട് ഈ ക്ലബ്ബിൽ. പിന്നെ ഒരുപാട് മരങ്ങളും ഉണ്ട്. ഇവിടെ ദേ നോക്കിക്കേ, ഒരു ഹോഴ്സും പിന്നെ അതിൻ്റെ ഒരു ചെറിയ കുട്ടിയും നിൽക്കുന്നത് കണ്ടില്ലേ. അതിന് ഫോൾ എന്നാണ് പറയുന്നത്. ഇവിടെ മൊത്തം വേപ്പ് മരങ്ങളാണ്. മൊത്തം വേപ്പ് മരവും പിന്നെ യൂക്കാലി മരം, ഡേറ്റ്സ് മരങ്ങൾ, പിന്നെ കുറേ ഉണ്ട്. എനിക്ക് അതിൻ്റെ ഒന്നും പേരൊന്നും അറിയത്തില്ല. അങ്ങനെ കുറേ മരങ്ങളുണ്ട്. ഇവിടെ വന്നപ്പോഴത്തേക്കിന് കുട്ടികൾ പറഞ്ഞ് ഞങ്ങൾക്കിവിടെ ഇറങ്ങി ഒന്ന് കളിക്കണമെന്ന്. അപ്പോൾ ഞങ്ങളിവിടെ ഇറങ്ങി, കുട്ടികളിവിടെ എല്ലാം ഒന്ന് ഇറങ്ങി നടക്കുവാണ്. കാരണം ഇപ്പം നല്ലൊരു കാറ്റും നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ മണി 12 പക്ഷെ എന്നാലും അതിൻ്റെ ചൂടൊന്നും അറിയാനില്ല. നല്ല ബ്രീസാണ്. അപ്പോൾ കുട്ടികൾ റിയലി എൻജോയ് ചെയ്യുവാണ് ഇപ്പോൾ ഇവിടെ. അങ്ങനെ ഞങ്ങളിവിടെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് മുരിങ്ങ ട്രീസ് ഉണ്ട്. എനിക്കൊന്ന് UAE ഒരുപാട് മുരിങ്ങയ്ക്ക ഉണ്ട് അല്ലേ, മുരിങ്ങ മരങ്ങൾ. നമ്മുടെ നാട്ടിലെ മുരിങ്ങ മരം ഒരുപാടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നില്ല അത്രയും പൂക്കളൊക്കെ ഉണ്ടാവുമെന്ന്. അത് ചിലപ്പം ക്ലൈമറ്റിൻ്റെ ആയിരിക്കും. ഇവിടത്തെ നോക്കിക്കേ, ഒരുപാട് യൂക്കാലി മരങ്ങളൊക്കെ നിൽക്കുന്നത്. ഞാൻ ചിലപ്പോൾ ഒക്കെ ഈ യൂക്കാലി മരത്തിൻ്റെ ലീവ്സൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല സ്മെല്ലല്ലേ. പിന്നെ ദേ ഇവിടെ കണ്ടില്ലേ,
ഒരു വീട് ഞാൻ കാണിച്ചു തരാം. കണ്ട 4 സൈഡും അത് ട്രീയും കൊണ്ട് ഇങ്ങനെ കവർ ചെയ്തേക്കുവാണ്. പിന്നെ ഇതെൻ്റെ മുരിങ്ങപ്പൂ ഇഷ്ടം പോലെ ഉണ്ട്. മുരിങ്ങപ്പൂ ഇപ്പം ഞങ്ങൾ ഈ വർഷം ഒരുപാട് മുരിങ്ങപ്പൂ കഴിച്ച്. മുരിങ്ങപ്പൂ നമുക്ക് ഈ മുട്ടത്തോരൻ പോലെ ഉണ്ടാക്കി കഴിക്കുന്നത് നല്ല രസമല്ലേ കഴിക്കാൻ. ഈ അണ്ടബുർജി എന്നൊക്കെ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുരിങ്ങപ്പൂ. അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ഇത്രയും കഴിക്കുന്നത്. കുട്ടികൾ കഴിച്ച് മടുത്തു. പിന്നെ ഇപ്പം ഞങ്ങൾ കുറേ നിർത്തിയിട്ടുണ്ട് മുരിങ്ങയ്ക്ക ആവാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഞങ്ങളിനിയും കുറച്ച് മുരിങ്ങപ്പൂ നിർത്തിയത് ഇനിയിപ്പോൾ അത് പറിക്കത്തില്ല. അതങ്ങനെ തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി സാധനങ്ങളൊക്കെ 1 by 1 ആയിട്ട് എടുത്ത് വെക്കാൻ നോക്കുവാണ്. ഞങ്ങളുടെ ആൽവിൻ ആദ്യം തന്നെ അവൻ്റെ ടോയ് ആദ്യം എടുത്ത് ഇനിയിപ്പോൾ ഹസ്ബൻഡ് സാധനങ്ങളെല്ലാം ഇറക്കി താഴെ വെക്കും. അത് കഴിഞ്ഞാൽ പിന്നെ കുട്ടികളുടെ ഡ്യൂട്ടിയാണ് സാധനങ്ങളെല്ലാം 1 by 1 ആയിട്ട് ഫ്രിഡ്ജിനകത്തും കിച്ചണിനകത്തും ഒക്കെ കൊണ്ടുപോയി സ്റ്റോക്ക് ചെയ്യും. ഇതാണ് ഞങ്ങളുടെ ചെറിയൊരു ആംഗൻ എന്ന് പറഞ്ഞാൽ വരാന്ത. നമ്മുടെ മുറ്റം കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. ഇപ്പം നല്ല സീസൺ ആയതുകൊണ്ട് കാണാൻ നല്ല രസമാണ് അല്ലേ. ഇനിയിപ്പോൾ ചൂടായി കഴിഞ്ഞാൽ ഇതൊക്കെ ഉണങ്ങുമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. ഇതേണ്ട നോക്കിക്കേ, ഒരുപാട് മുരിങ്ങപ്പൂ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇലയില്ലേ, ഇപ്പം പൂവാണ് കൂടുതലും. സോ ഇറ്റ്സ് വെരി നൈസ്. ഒരുപാട് ബേർഡ്സൊക്കെ അതേ വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ ശബ്ദം ഉണ്ടാക്കും. നല്ല രസമാണ് കേൾക്കാൻ. ഓക്കെ, ശരിയെന്നാ പിന്നെ കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.